പശ്ചിമ ബംഗാൾ ബംഗ്ലാദേശ് അതിർത്തിയിൽ നിന്നുള്ള ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ ദേശീയ തലത്തിൽ തന്നെ ഏറ്റവും വലിയ ചർച്ചാ വിഷയമായിരിക്കുന്നത്. ആയിരക്കണക്കിന് ആളുകളാണ് സ്വന്തം ജീവനും കൊണ്ട് അതിർത്തി കടക്കാൻ നെട്ടോട്ടമോടുന്നത്. ഇന്ത്യയിലേക്ക് നുഴഞ്ഞുകയറാൻ ശ്രമിക്കുന്നവരല്ല ഇവർ, മറിച്ച് വർഷങ്ങളായി ഇന്ത്യയിൽ ജീവിച്ചതിന് ശേഷം സ്വന്തം ഇഷ്ടപ്രകാരം ബംഗ്ലാദേശിലേക്ക് മടങ്ങാൻ ശ്രമിക്കുന്നവരാണ്. നോർത്ത് 24 പർഗനാസിലെ ബിത്താരി, ഹക്കിംപൂർ, സ്വരൂപ് നഗർ തുടങ്ങിയ അതിർത്തി ചെക്ക് പോസ്റ്റുകളിലേക്ക് ഒഴുകിയെത്തുന്ന ഈ ജനക്കൂട്ടത്തിന് പിന്നിൽ ഒരേ ഒരു കാരണമേ ഉള്ളൂ: പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി സുവേന്ദു അധികാരിയുടെ ഒരു അന്ത്യശാസനം. ഇന്ത്യ വിട്ടോടിക്കോ അല്ലെങ്കിൽ സർക്കാർ പിടികൂടി നാട് കടത്തും എന്ന അദ്ദേഹത്തിന്റെ പ്രഖ്യാപനമാണ് അതിർത്തി ഗ്രാമങ്ങളെ അക്ഷരാർത്ഥത്തിൽ പരിഭ്രാന്തിയിലാക്കിയിരിക്കുന്നത്. ഈ കൂട്ടപലായനത്തിന് കാരണമെന്താണ്? പുതിയതായി അധികാരത്തിൽ വന്ന BJP സർക്കാരിന്റെ കർശന നയങ്ങൾ ബംഗാളിലെ അനധികൃത കുടിയേറ്റക്കാരുടെ ഉറക്കം കെടുത്തുന്നത് എങ്ങനെയാണ്? അനധികൃത കുടിയേറ്റക്കാരെ തുരത്തുക എന്നത് BJPയുടെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളിലൊന്നാണ്. പുതിയ BJP സർക്കാർ ബംഗാളിൽ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഡിറ്റക്ട്, ഡിലീറ്റ്, ഡീപോർട്ട് അഥവാ കണ്ടെത്തുക, ഒഴിവാക്കുക, നാട് കടത്തുക എന്നത്. ഈ പദ്ധതിയുടെ ഭാഗമായാണ് മുഖ്യമന്ത്രി സുവേന്ദു അധികാരി കല്യാണിയിൽ നടന്ന ഒരു യോഗത്തിൽ വെച്ച് വളരെ കർശനമായ ഒരു മുന്നറിയിപ്പ് നൽകിയത്. അനധികൃതമായി രാജ്യത്ത് തങ്ങുന്നവർ എത്രയും വേഗം ഇന്ത്യ വിട്ടു പോകണം എന്നായിരുന്നു അദ്ദേഹത്തിന്റെ നിർദ്ദേശം. അനധികൃത കുടിയേറ്റക്കാരെന്ന് സംശയിക്കപ്പെടുന്നവരെയെല്ലാം നടപടി നേരിടേണ്ടി വരും. എത്രയും വേഗം ഇന്ത്യ വിടാമോ അത്രയും വേഗം നിങ്ങൾ സ്ഥലം വിടണം, അല്ലെങ്കിൽ ചെയ്യാനുള്ളത് സർക്കാർ ചെയ്യും. സുവേന്ദു അധികാരിയുടെ ഈ വാക്കുകൾ വളരെ പെട്ടെന്നാണ് ബംഗാളിലുടനീളം ആശങ്ക പടർത്തിയത്. അനധികൃത കുടിയേറ്റക്കാരെന്ന് കണ്ടെത്തുന്നവരെ പിടികൂടാൻ സംസ്ഥാന പോലീസിനും ഉദ്യോഗസ്ഥർക്കും അദ്ദേഹം ഇതിനോടകം തന്നെ കർശന നിർദ്ദേശം നൽകി കഴിഞ്ഞു. ആരാണിപ്പോൾ ഈ അതിർത്തി കടക്കാൻ വരി നിൽക്കുന്ന ആളുകൾ? ബംഗ്ലാദേശിലേക്ക് സ്വമേധയാ പോകാൻ തയ്യാറായി എത്തിയവരിലേറെയും കൂലിപ്പണിക്കാരും കെട്ടിട നിർമ്മാണ തൊഴിലാളികളും ഹോട്ടൽ ജീവനക്കാരും വീട്ടുജോലിക്കാരുമാണ്. ഇടനിലക്കാരുടെ സഹായത്തോടെ പണ്ട് അതിർത്തി കടന്ന് ഇന്ത്യയിലെത്തിയവർ മുതൽ തലമുറകളായി ഇന്ത്യയിൽ ജീവിച്ചിട്ടും പൗരത്വം തെളിയിക്കാൻ ആവശ്യമായ രേഖകൾ നഷ്ടപ്പെട്ടവരെ ഈ കൂട്ടത്തിലുണ്ട്. തങ്ങൾ ജനിച്ചു വളർന്നത് ഇന്ത്യയിലാണെന്നും എന്നാൽ SIR പോലുള്ള നടപടിക്രമങ്ങൾക്ക് പിന്നാലെ തങ്ങളുടെ രേഖകൾ പലതും നഷ്ടപ്പെട്ടു പോയെന്നും ഇവർ പറയുന്നു. ഒരിക്കൽ തടങ്കൽ പാളയത്തിൽ അകപ്പെട്ടാൽ പിന്നെ ജീവപര്യന്തം ദുരിതമായിരിക്കുമെന്ന് ഭയന്നാണ് ഇവർ രാജ്യം വിടാൻ ഒരുങ്ങുന്നത്. സുവേന്ദു അധികാരിയുടെ പ്രഖ്യാപനത്തിന് പിന്നാലെ പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന സംഘങ്ങളാണ് അതിർത്തിയിലെത്തിയത്. ആദ്യം 100ഓളം ആളുകളാണ് വന്നതെങ്കിൽ പിന്നീട് ഇത് ആയിരങ്ങളായി മാറിയെന്ന് ഉദ്യോഗസ്ഥർ തന്നെ വെളിപ്പെടുത്തുന്നു. മുഖ്യമന്ത്രിയുടെ ഉത്തരവിറങ്ങി വെറും 48 മണിക്കൂറിനകമാണ് മാൾഡയിലും മുർഷിദാബാദിലുമായി 2 തടങ്കൽ കേന്ദ്രങ്ങൾ ബംഗാളിൽ ഉയർന്നത്. തിങ്കളാഴ്ച വൈകുന്നേരത്തെ കണക്ക് പ്രകാരം അനധികൃത ബംഗ്ലാദേശി പൗരന്മാരെന്ന് സംശയിക്കുന്ന ഒട്ടേറെ പേർ അധികൃതർ കണ്ടെത്തുകയും അവരെ ഈ തടങ്കൽ കേന്ദ്രങ്ങളിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായത് ഈ നിയമ നടപടികളിലെ വേഗതയാണ്. അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്താൻ കോടതിക്ക് മുന്നിലെത്തേണ്ട ആവശ്യമില്ലെന്നും പോലീസിന് നേരിട്ട് കൈകാര്യം ചെയ്യാനുള്ള അധികാരമുണ്ടെന്നുമാണ് സുവേന്ദു അധികാരി വ്യക്തമാക്കിയത്. അനധികൃത കുടിയേറ്റക്കാരെന്ന് കണ്ടെത്തിയാൽ പോലീസിന് ഇവരെ നേരിട്ട് BSFന് കൈമാറാം. ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ഉഭയകക്ഷി കരാർ അനുസരിച്ച് പിടിയിലായവർ ബംഗ്ലാദേശികളാണ് സ്ഥിരീകരിച്ചാൽ അവരെ ബംഗ്ലാദേശ് സർക്കാർ ഏറ്റെടുക്കും. ഈ കടുത്ത നടപടികളെ സർക്കാർ പൂർണ്ണമായും ന്യായീകരിക്കുന്നുണ്ട്. അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്തി ജയിലിലിട്ട് അവർക്ക് ഭക്ഷണവും വസ്ത്രവും മരുന്നും നൽകി പരിപാലിക്കാൻ തന്റെ സർക്കാരിന് യാതൊരു ഉദ്ദേശവുമില്ലെന്ന് മുഖ്യമന്ത്രി തുറന്നടിച്ചു. സ്വയമേ മടങ്ങിപ്പോകാത്തവരെ നിയമവഴിയോടെ തന്നെ നാടുകടത്തും. അവർ ബംഗ്ലാദേശികളാണ്, മടങ്ങിപ്പോയേ തീരൂ. അവരുടെ സർക്കാർ അവരെ സ്വീകരിക്കണം. ഇവരെയൊന്നും പിടികൂടി ജയിലിൽ പാർപ്പിക്കരുതെന്ന് ഞാൻ പോലീസിനോട് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അവർക്ക് ഭക്ഷണം നൽകാൻ നമ്മുടെ രാജ്യത്തെ നിയമം അനുശാസിക്കുന്നില്ല. ഇന്ത്യക്കാരല്ലാത്തവർ സ്വയം പോകുന്നതാണ് എല്ലാവർക്കും നല്ലത്, അല്ലെങ്കിൽ സർക്കാർ കർശന നടപടി സ്വീകരിക്കും, സുവേന്ദു അധികാരി വ്യക്തമാക്കി. ഇപ്പോൾ പിടിയിലാകുന്നവരെ വിശദമായി ചോദ്യം ചെയ്യുകയും അവരുടെ വിരലടയാളം ഉൾപ്പെടെയുള്ള ബയോമെട്രിക് രേഖകൾ ശേഖരിക്കുകയും ചെയ്യുമെന്നാണ് പോലീസ് നൽകുന്ന വിശദീകരണം. അതിനുശേഷമാകും അവരെ നാടുകടത്തുന്നതിനായി അതിർത്തി രക്ഷാസേനയ്ക്ക് കൈമാറുന്നത്. പശ്ചിമ ബംഗാളിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ വലിയൊരു വഴിത്തിരിവായിരിക്കുകയാണ് പുതിയ സർക്കാരിന്റെ ഈ നയങ്ങൾ. ദീർഘകാലമായി BJP ഉന്നയിക്കുന്ന അനധികൃത കുടിയേറ്റ വിഷയത്തിന്മേൽ അവർ ഭരണത്തിലെത്തിയപ്പോൾ നൽകുന്ന ശക്തമായ മറുപടിയാണിത്. എങ്കിലും തലമുറകളായി ബംഗാളിൽ ജീവിക്കുന്ന എന്നാൽ കൃത്യമായ രേഖകൾ ഇല്ലാത്ത സാധാരണക്കാരായ നിരവധി മനുഷ്യരുടെ മേൽ വലിയൊരു ഭീതിയാണ് ഈ നയം ഉണ്ടാക്കിയിരിക്കുന്നത്. സ്വന്തം രാജ്യത്ത് അന്യരായി പോയവരുടെ നിസ്സഹായതയാണോ അതോ രാജ്യരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള അനിവാര്യമായ നിയമ നടപടിയാണോ നാം അതിർത്തിയിൽ കാണുന്നത്? പ്രതിപക്ഷവും മനുഷ്യാവകാശ പ്രവർത്തകരും ഈ നീക്കങ്ങളെ വലിയ ആശങ്കയോടെയാണ് നോക്കിക്കാണുന്നത്. വരും ദിവസങ്ങളിൽ ഈ പ്രതിസന്ധിയുടെ വ്യാപ്തി വർദ്ധിക്കാനും ദേശീയതലത്തിൽ തന്നെ ഇത് വലിയൊരു ചർച്ചയാകാനും സാധ്യതയുണ്ട്.